ബലാത്സംഗ കേസിൽ റാപ്പർ വേടന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. തൃക്കാക്കര പോലീസാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. തൃക്കാക്കര SP-യുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്യലിന് പിന്നാലെയാണ് അറസ്റ്റ്. മുൻകൂർ ജാമ്യമുള്ളതിനാൽ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം വിട്ടയക്കും. രണ്ടാമത്തെ ദിവസവും ചോദ്യം ചെയ്യൽ തുടരുകയായിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ അറസ്റ്റ്. അല്പസമയം മുമ്പാണ് റാപ്പർ വേടന്റെ അറസ്റ്റ് പോലീസ് ഔദ്യോഗികമായി രേഖപ്പെടുത്തിയത്. ഇനി വൈദ്യ പരിശോധനയ്ക്കായി കൊണ്ടുപോകും. അതിനുശേഷം വിട്ടയക്കും. കോടതിയിൽ നിന്നും ജാമ്യം ലഭിക്കുന്നതിനാൽ കസ്റ്റഡിയിൽ വെക്കാനുള്ള അനുമതി പോലീസിനില്ല എന്നുള്ളതാണ്. എന്തായാലും അറസ്റ്റ് നേരത്തെ തന്നെ പ്രതീക്ഷിച്ചിരുന്നു. കാരണം ഗുരുതരമായിട്ടുള്ള വകുപ്പുകളാണ്. ബലാത്സംഗം ഉൾപ്പെടെയുള്ള വകുപ്പാണ്. യുവതി നൽകിയ തെളിവുകളിൽ എല്ലാം ഈ വേടനുമായിട്ടുള്ള ഇവരുടെ സൗഹൃദം, പിന്നീട് ഈ പെൺകുട്ടിക്കുണ്ടായ മാനസിക ബുദ്ധിമുട്ടുകൾ, ഇവർ തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ, ഇതിലെല്ലാം കൃത്യമായിട്ടുള്ള തെളിവുകൾ യുവതിക്ക് പോലീസ് മുന്നിൽ ഹാജരാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇന്നലെയും ഇന്നുമായിരുന്നു ചോദ്യം ചെയ്യൽ. 2 ദിവസത്തെ ചോദ്യം ചെയ്യലിനാണ് കോടതി അനുമതി നൽകുകയും ചെയ്തത്. ഇന്നലെ രാവിലെ 10 മണിയോടുകൂടി വേടൻ ഹാജരായി. വൈകിട്ട് 4 മണിക്കാണ് വിട്ടയച്ചത്. ഇതിൽ പ്രധാനമായും പോലീസ് അന്വേഷിക്കുന്നത് യുവതി പറയുന്നത് പോലെ ഇവർ തമ്മിലുള്ള ബന്ധം അത് ഏത് രീതിയിലായിരുന്നു. പലയിടങ്ങളിൽ കോഴിക്കോടും കൊച്ചിയിലുമായി വിവിധ ഇടങ്ങളിൽ കൊണ്ടുപോയി 5 തവണ ബലാത്സംഗം ചെയ്തു എന്നാണ് യുവതി നൽകുന്ന പരാതിയിൽ പറയുന്നത്. ഒപ്പം ലഹരിയും നൽകി എന്നാണ് വേടൻ ആവർത്തിച്ച് പറഞ്ഞത്. കോടതിയിൽ അടക്കം ജാമ്യാപേക്ഷ നൽകിയപ്പോഴും വേടന് ഹർജിയിൽ പ്രധാനമായി സൂചിപ്പിക്കുന്നത് തനിക്കെതിരെ നടക്കുന്നത് വലിയ ഗൂഢാലോചനയാണ്. യുവതി ആരോപിക്കുന്ന കുറ്റങ്ങളൊന്നും തന്നെ നിലനിൽക്കുന്നതല്ല. ഉഭയസമ്മത്വ പ്രകാരമുള്ള ഒരു ബന്ധമായിരുന്നു ഞങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നത്. പിന്നീട് ചില പ്രശ്നങ്ങൾ ഉണ്ടാകുകയും അതിനെ തുടർന്നാണ് ഈ ബന്ധത്തിൽ നിന്ന് പോവുകയും ചെയ്തതെന്നാണ് വേടൻ ആവർത്തിച്ച് പറയുന്നത്. ഇനിയും തനിക്കെതിരെ ഇത്തരത്തിലുള്ള വ്യാജ പരാതികൾ ഉയരാനുള്ള ഒരു സാധ്യതയുണ്ടെന്ന് മുൻകൂട്ടി വേടൻ പറയുന്നു. കോടതിയും വേടന്റെ വാദങ്ങളെ പൂർണ്ണമായി അംഗീകരിച്ചിട്ടുണ്ട്. യുവ ഡോക്ടർ നൽകിയ പരാതിയിലാണ് ഇപ്പോൾ പോലീസിന്റെ ഈ നീക്കം. ഇനി കുറ്റപത്രം അടക്കമുള്ള കാര്യങ്ങൾ നൽകുക എന്നതായിരിക്കും പോലീസിന്റെ ഭാഗത്തു നിന്നും ഈ കേസുമായി ബന്ധപ്പെട്ട അടുത്ത നടപടികൾ ഉണ്ടാകുക. മറ്റൊരു കേസ് കൂടി വേടനെതിരെ നിലനിൽക്കുന്നുണ്ട്. അത് എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലാണ്. അതും ഒരു ബലാത്സംഗ പരാതിയാണ്. പക്ഷെ അതിൽ യുവതിയുടെ മൊഴിയെടുക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ഇന്നലെ വേടൻ കൊന്നിയിലെ ഒരു സംഗീത പരിപാടിയിലടക്കം പൊതുസമൂഹത്തിനായി അല്ലെങ്കിൽ ജനങ്ങളോടായി പല കാര്യങ്ങളും പറയുന്നുണ്ടായിരുന്നു. താൻ എവിടെയും പോയിട്ടില്ല, ഇവിടെ ജീവിച്ചു മരിക്കുമെന്ന പ്രഖ്യാപനങ്ങളൊക്കെയാണ് വേടന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഇന്നുമൊന്നും ഈ കേസ് നിലനിൽക്കുന്ന കോടതിയുടെ മേൽനോട്ടത്തിലായതിനാൽ വേടന് മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറായില്ല. അങ്ങനെ പ്രതികരിക്കേണ്ടതില്ല എന്നാണ് പോലീസും വ്യക്തമാക്കുന്നത്. വേടൻ എന്തായാലും 2 ദിവസവും അന്വേഷണ സംഘത്തിനോട് സഹകരിച്ചു. അതിനൊടുവിലാണ് ഇന്ന് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ വൈദ്യ പരിശോധനയ്ക്കായി കൊണ്ടുപോകും. വാർത്തകളും വിശേഷങ്ങളും എത്രയും പെട്ടെന്ന് അറിയാൻ നമ്മുടെ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.